അല്ല ലക്ഷ്മി, നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധി തന്നെ പറയുന്നത് അമ്പലം വിഴുങ്ങി എന്ന് സംശയിക്കുമാറ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് പോലും 100% ഉറപ്പില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അമ്പലം വിഴുങ്ങിയാണ് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അമ്പലം വിഴുങ്ങിയാണ് എന്ന് സംശയിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും. അതായത് പോറ്റിയെ പോറ്റി വളർത്തുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടരുമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇടതു പ്രതിനിധി ചർച്ചയിൽ മറ്റൊരു വാദം ഉന്നയിച്ചു. എന്താ, ഉണ്ണികൃഷ്ണൻ പോറ്റി 28 കെട്ട് കെട്ടിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നൂലുകെട്ട് കഴിഞ്ഞത്, അദ്ദേഹം ആദ്യമായി ശബരിമലയ്ക്ക് യാത്ര ചെയ്തത് ഒക്കെ ആർ ശങ്കറിന്റെ കാലത്താണ്. അതുകൊണ്ട് ആർ ശങ്കർ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കാലത്ത് നൂലുകെട്ട് മുതൽ 28 വയസ്സ് വരെ എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യണം? കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെല്ലാം അങ്ങ് രാജിവെക്കണം എന്നാ പറയുന്നത്. നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കടന്നു കയറാനും ദേവസ്വം സ്വത്തിൽ കൈവെക്കാനും പറ്റിയത് 2019 മുതലാണ്. അവിടെ മുതലാണ് ദേവസ്വം സ്വത്ത് ഒരു കസ്റ്റോഡിയനും ഇല്ലാതെ, ഒരു ദേവസ്വം ബോർഡിന്റെ വിജിലൻസോ ഇന്റലിജൻസോ യാതൊരു തരത്തിലുള്ള ദേവസ്വം പ്രൊഫഷണൽസും ഇല്ലാതെ അത് തോന്നുമാറ് ഈ വീട്ടിലേക്ക് ചാളയൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്ന പോലെ കവറിലിട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന കണക്കിന് മാറിയത് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ആരാ? പി ബൈജു, ഇടതു പ്രതിനിധി. നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണം കമ്മീഷണറാണ്. ഈ സ്വത്ത് കൊടുത്തുവിടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നോ? അദ്ദേഹം ഉണ്ടാവണ്ടേ? തിരുവാഭരണവുമായി ബന്ധപ്പെട്ട അതിന്റെ കസ്റ്റോഡിയൻ, ഇമ്മീഡിയറ്റ് കസ്റ്റോഡിയൻ തിരുവാഭരണം കമ്മീഷണറാണ്. അദ്ദേഹം ഉണ്ടായിരുന്നോ? തിരിച്ചത് എത്തുമ്പോൾ മഹസറിൽ സൈൻ ചെയ്യേണ്ടതും അദ്ദേഹം തന്നെയാണ്, പി ബൈജു. അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അയ്യപ്പന്റെ സ്വത്തും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത്, തോന്നിവാസം കാണിക്കാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ അനുചരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ടോ? അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടാവണ്ടേ? അത് ചെയ്തിട്ടില്ല. ഇനി തിരിച്ചെത്തിയ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് അത് വെയിറ്റ് മെഷർമെന്റ് നടത്തിയാണല്ലോ തിരിച്ചു നൽകുന്നത്. ഇപ്പൊ ഞാൻ ലക്ഷ്മി, നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിലാണെന്ന് ഇരിക്കട്ടെ, ഞാൻ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം ഉപയോഗിക്കാൻ മേടിച്ചുകൊണ്ട് പോകുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഞാനത് തിരിച്ച് ലക്ഷ്മിക്ക് കൊണ്ടുവന്ന് തരുമ്പോ ലക്ഷ്മി നോക്കില്ലേ എന്റെ കയ്യിൽ കൊടുത്തുവിട്ട രീതിയിലാണോ അതുള്ളത് എന്ന്. അപ്പൊ സ്വാഭാവികമായും പോയ സ്വത്ത് തന്നെ മടങ്ങി വന്നിട്ടുണ്ടോ, പോയ കിലോഗ്രാം തന്നെ മടങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാ. ആ മെഷർമെന്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിയമപ്രശ്നമുണ്ട്. അയ്യപ്പനെ മൈനർ ആയിട്ടാണ് ആര് കാണുന്നത്? നിയമം കാണുന്നത്. അപ്പൊ മൈനറിന്റെ സ്വത്തിന്റെ കസ്റ്റോഡിയൻ പേരന്റ് ആണ്. പേരന്റ് എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോ അതിന് ഉത്തരം പറയേണ്ടത് കസ്റ്റോഡിയനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്.